സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിൻ്റെ ജിയോഗ്രഫിയിലെ ഓഷ്യൻ ആൻഡ് മാൻ, സമുദ്രവും മനുഷ്യനും എന്ന യൂണിറ്റിലെ 4ാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ടൈഡ്സ്, വേലികളെക്കുറിച്ചാണ്. വേലിയേറ്റം, വേലിയിറക്കം, അങ്ങനെയുള്ള വേലികളുമായി ബന്ധപ്പെട്ട ടൈഡ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത് ഇറ്റ്സ് അബൌട്ട് ഓഷ്യൻ വേവ്സ് ആണ് അല്ലേ? സമുദ്ര ജല തിരമാലകളെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞത്. അതായത് മൂവ്മെന്റ്സ് ഓഫ് സീ വാട്ടർ എന്നുള്ളൊരു ഭാഗമാണല്ലോ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സമുദ്രജലത്തിന്റെ ഓരോരോ ചലനങ്ങളാണ്. അതിലൊരു ചലനമാണ് ഇത് വേവ്സ്, തിരമാലകൾ. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടൈഡ്സ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അഥവാ വേലികൾ എന്ന് നമുക്ക് പറയാം. മലയാളത്തിൽ വേലികൾ എന്നാണ് നമ്മൾ ടൈഡ്സിനെ പറയുക. അപ്പൊ എന്താണ് ടൈഡ്സ്, അതെങ്ങനെ ഉണ്ടാവുന്നു, ഏതൊക്കെ ടൈപ്പ് ടൈഡ്സ് ആണ് ഉള്ളത്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ടൈഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, പല ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ടൈഡ്സ് എന്ന് പറയുന്നത്, വേലികൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ബേസിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, സോ ടൈഡ്സ്, വേലികൾ. Tides are the periodic rise and fall of water level in the ocean. ഏറ്റവും ആദ്യം തന്നെ ഇവിടെ പറയുന്നു എന്താണ് ടൈഡ്സ് എന്ന് പറഞ്ഞാൽ. ടൈഡ്സ് ആർ ദി പീരിയോഡിക് റൈസ് ആൻഡ് ഫോൾ ഓഫ് വാട്ടർ ലെവൽ ഇൻ ദി ഓഷ്യൻ. അതായത് ഒരു നിശ്ചിത ടൈമിനുള്ളിൽ തന്നെ, ഒരു നിശ്ചിത ടൈമിനുള്ളിൽ നമ്മുടെ സമുദ്രജല നിരപ്പിനുണ്ടാവുന്ന, ഒരു വാട്ടർ ലെവലിനുണ്ടാവുന്ന അപ്സ് ആൻഡ് ഡൗൺ ആണ്, അല്ലെങ്കിൽ പീരിയോഡിക് റൈസ് ആൻഡ് ഫോൾ ആണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ടൈഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്സ് ആൻഡ് ഡൗൺ എന്ന് പറയാൻ പറ്റൂല, അത് നമ്മൾ വേവ്സുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്തൊരു വാക്കാണ്. ഇവിടെ നമുക്ക് ഈ ഒരു വാക്ക് തന്നെയാണ്, റൈസ് ആൻഡ് ഫോൾ എന്നുള്ളൊരു വാക്ക് തന്നെയാണ് ഏറ്റവും ഇവിടെ ആപ്റ്റ് ആയിട്ട് വരിക. കാരണം വെള്ളത്തിന്റെ ലെവൽ കൂടുകയും കുറയുകയും ചെയ്യുകയാണ്. ഓക്കെ, സോ ടൈഡ്സ് ആർ ദി പീരിയോഡിക് റൈസ് ആൻഡ് ഫോൾ ഓഫ് വാട്ടർ ലെവൽ ഇൻ ദി ഓഷ്യൻ. അതായത് ഒരു നിശ്ചിത ടൈമിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്രജലനിരപ്പിനുണ്ടാകുന്ന, ഒരു വാട്ടർ ലെവലിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് വേലികൾ എന്ന് പറയുന്നത്. റൈസ് ആൻഡ് ഫോൾ ഓഫ് വാട്ടർ ലെവൽ ഇൻ ദി ഓഷ്യൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈഡ്സ് അല്ലെങ്കിൽ വേലികൾ എന്ന് പറയുന്നത്. ദി റൈസ് ഇൻ ദി ലെവൽ ഓഫ് ഓഷ്യൻ വാട്ടർ ഈസ് ദ ഹൈ ടൈഡ് ആൻഡ് ദി ലോവറിംഗ് ഓഫ് ദി വാട്ടർ ലെവൽ ഈസ് നോൺ ആസ് ലോ ടൈഡ്. അപ്പോൾ ഉയർച്ചയും താഴ്ചയും രണ്ടിനും കൂടി നമ്മൾ ടൈഡ് എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെ ജലനിരപ്പ് ഉയരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? സമുദ്രജലത്തിന്റെ ആ ഒരു ലെവൽ, വാട്ടർ ലെവല് ഉയരുന്ന സമയത്ത് നമ്മൾ അതിനെ എന്ത് വിളിക്കും? അത് ഹൈ ടൈഡ്, വേലിയേറ്റം എന്ന് വിളിക്കും. അതേപോലെ ലോവറിംഗ് ഓഫ് വാട്ടർ ലെവൽ, ഓക്കെ, ആ ഒരു വാട്ടർ ലെവൽ താഴുകയാണെങ്കിൽ, സമുദ്രജലത്തിന്റെ ആ ഒരു അളവ് താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ലോ ടൈഡ് എന്ന് വിളിക്കും, അഥവാ വേലിയിറക്കം എന്ന് മലയാളത്തിൽ പറയാം. ഓക്കെ, ഹൈ ടൈഡ് വേലിയേറ്റം, ലോ ടൈഡ് വേലിയിറക്കം. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് ടൈഡ്സ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി റീസൺസ് ഫോർ ടൈഡ്സ്. എന്തൊക്കെയാണ് ഇതിനുള്ള കാരണം? ടൈഡ്സ് ഉണ്ടാവാനുള്ള, ഹൈ ടൈഡും ലോ ടൈഡും ഒക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ നോക്കാം. ടൈഡ്സ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഗ്രാവിറ്റേഷണൽ പുൾ എക്സേർട്ടഡ് ബൈ ദി മൂൺ and the moon and the sun, along with the centrifugal force due to the earth's rotation. ഈ മാർക്ക് ചെയ്ത രണ്ട് കാരണങ്ങളാണ് ടൈഡ്സിന് പിറകിലുള്ളത് പ്രധാനമായിട്ടും. എന്തൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ പുൾ എക്സേർട്ടഡ് ബൈ ദി മൂൺ ആൻഡ് ദി സൺ. അതായത് നമ്മുടെ ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനൊക്കെ ചെലുത്തുന്ന ഒരു ആകർഷണ ബലമുണ്ട്. ഓക്കെ, ചന്ദ്രനിലേക്കും അതേപോലെ തന്നെ സൂര്യനിലേക്കും ഒരു ആകർഷണ ബലം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് രണ്ടും നമ്മുടെ ഭൂമിക്ക് മേൽ ചെലുത്തുന്നുണ്ട്. അപ്പൊ അത് ഒരു കാരണമാണ്. ഓക്കെ, മറ്റൊന്ന് സെൻട്രിഫ്യൂഗൽ, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. മറ്റൊന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡ്യൂ ടു ദി എർത്ത് റൊട്ടേഷൻ. നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷന്റെ ഭാഗമായിട്ട്, ഭ്രമണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന, അതിന്റെ ഫലമായി ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അപകേന്ദ്ര ബലം. ഓക്കെ, അപകേന്ദ്ര ബലം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിന് കാരണം, ടൈഡ്സിന് കാരണമായി തീരുന്നത്. വേലിയേറ്റവും വേലിയിറക്കവും രൂപപ്പെടാൻ കാരണമാവുന്നത് ഇത് രണ്ടുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ്? ടൈഡ്സ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഗ്രാവിറ്റേഷണൽ പുൾ എക്സേർട്ടഡ് ബൈ ദി മൂൺ ആൻഡ് ദി സൺ. ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണ ബലം.
പ്ലസ് അതിൻ്റെ കൂടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡ്യൂ ടു ദി എർത്ത്സ് റൊട്ടേഷൻ, നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷന്റെ ഫലമായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭ്രമണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അപകേന്ദ്ര ബലം, ഇത് രണ്ടുമാണ് എന്തിന് കാരണമാവുന്നത്? വേലികൾക്ക്, ഓക്കെ, ടൈഡ്സിന് കാരണമാവുന്നത്. ലുക്ക് അറ്റ് ഫിഗർ 5.4. ഇവിടെ ഒരു ചിത്രം നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ, അത് നോക്കാൻ വേണ്ടി പറയാണ്. ദി വാട്ടർ ലെവൽ ഓൺ ദി പാർട്ട് ഓഫ് ദി എർത്ത് ഫേസിംഗ് ദി മൂൺ റൈസേഴ്സ്. ഓക്കെ, ആ ഒരു ചിത്രം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ദി വാട്ടർ ലെവൽ ഓൺ ദി പാർട്ട് ഓഫ് ദി എർത്ത് ഫേസിംഗ് ദി മൂൺ റൈസേഴ്സ്. അതായത് മൂൺ, ചന്ദ്രനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത്, നമ്മുടെ ഭൂമി ചന്ദ്രനെ ഫേസ് ചെയ്യുന്ന ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളത്തിന്റെ ലെവൽ, വാട്ടർ ലെവൽ ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഒന്നുകൂടി അത് ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. ചിത്രം നമ്മൾ നോക്കി. വാട്ടർ ലെവൽ ഓൺ ദി പാർട്ട് ഓഫ് ദി എർത്ത് ഫേസിംഗ് ദി മൂൺ റൈസേഴ്സ്, അല്ലേ? അതായത് നമ്മുടെ ഈ ഒരു ചന്ദ്രന് അഭിമുഖമായിട്ടുള്ള ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂമിയുടെ ഭാഗത്ത് അവിടെ ജലനിരപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉയരുന്നുണ്ട്. ഒന്ന് വരച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഒന്നുകൂടി ചിലപ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഇതാണല്ലോ മൂൺ ഏതാണെന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ മൂണിനെ ഫേസ് ചെയ്യുന്ന അഭിമുഖമായി നിൽക്കുന്ന ഭൂമിയുടെ ഒരു ഭാഗത്ത് ഈ ഒരു ആരോ മാർക്ക് ശ്രദ്ധിക്കുക. ഈ ഒരു ആരോ മാർക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അത് റൈസ് ചെയ്യാം. വാട്ടർ ലെവലാണ് ആരോ മാർക്കിനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്യാണ്? ഫേസ് ചെയ്യുന്ന ഈ മൂണിനെ ഫേസ് ചെയ്യുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ വാട്ടർ ലെവൽ റൈസ് ചെയ്യാണ്, വാട്ടർ ലെവൽ ഉയരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ ഉള്ള ആ ഒരു ആരോ മാർക്ക് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും പിന്നെ the rise in water level due to the gravitational pull exerted by the moon leads to high tide. അപ്പോൾ ആ ഹൈ ടൈഡിനുള്ള കാരണം, ഈ വാട്ടർ ലെവൽ റൈസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? അതാണല്ലോ ഹൈ ടൈഡ്. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞു, വാട്ടർ ലെവൽ റൈസ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈ ടൈഡ് എന്ന് വിളിക്കുന്നു. അതേപോലെ വാട്ടർ ലെവൽ കുറയുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലോ ടൈഡ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ ചന്ദ്രനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഒരു ഭാഗത്ത് ഹൈ ടൈഡ് നമ്മൾ കാണുന്നു. അതിനുള്ള കാരണം എന്താണെന്നാണ് ഇവിടെ അടുത്ത സെന്റൻസിൽ പറയുന്നത്. ദി റൈസ് ഇൻ വാട്ടർ ലെവൽ ഡ്യൂ ടു ദി ഗ്രാവിറ്റേഷണൽ പുൾ എക്സേർട്ടഡ് ബൈ ദി മൂൺ. ഓക്കെ, അതായത് ചന്ദ്രൻ നമ്മുടെ ഭൂമിയിൽ ചെലുത്തുന്ന ഒരു ആകർഷണ ബലത്തിന്റെ, നേരത്തെ പറഞ്ഞല്ലോ സൂര്യനും ചന്ദ്രനും ഒക്കെ ഭൂമിയിൽ ഒരു ആകർഷണ ബലം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഈ ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിന്റെ ഫലമായിട്ടാണ് ഈ ഭാഗത്ത്, ചന്ദ്രനെ ഫേസ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെ ജലനിരപ്പ് എന്തായത്? അത് ഉയർന്നത്. ഓക്കെ, അപ്പോൾ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് ഒരു ആകർഷണ ബലം, അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ ആകർഷിക്കുന്നുണ്ട്. ആ ആകർഷണ ബലത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ വാട്ടർ ലെവൽ എന്ത് ചെയ്തത്? ഉയർന്നത്. അവിടെ ഹൈ ടൈഡ് ഉണ്ടാവാൻ കാരണമായത് അങ്ങനെയാണ്. Then you might have noticed that the water level at the opposite side also has risen. ഓക്കെ, അപ്പൊ ഭൂമിയുടെ ചന്ദ്രനെ ഫേസ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. എന്നാൽ ഭൂമിയുടെ നേരെ മറുവശത്ത് നോക്കുക, ഇത് ചന്ദ്രനെ ഫേസ് ചെയ്യുന്ന ഭാഗമല്ലല്ലോ, ചന്ദ്രന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് വരുന്നത്. പക്ഷെ അവിടെയും നമ്മൾ എന്ത് കാണുന്നു? അവിടെയും നമ്മൾ വാട്ടർ ലെവല് റൈസ് ചെയ്തതായിട്ട് കാണുന്നു. അവിടെയും ഹൈ ടൈഡാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു മൂണിനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് അവിടെ ഹൈ ടൈഡ് ആണ്. കാരണം ഈ ഒരു ഫോഴ്സ്, അല്ലെ, ഗ്രാവിറ്റേഷണൽ പുൾ എക്സേർട്ടഡ് ബൈ ദി മൂൺ, അതായത് ചന്ദ്രന്റെ ആ ഒരു ആകർഷണ ബലത്തിന്റെ ഫലമായിട്ടാണ് ചന്ദ്രനെ ഫേസ് ചെയ്യുന്ന, മൂണിനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് ഹൈ ടൈഡ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സൈഡിലോ, ഇത് ചന്ദ്രനെ ഫേസ് ചെയ്യുന്ന ഭാഗമല്ല, പക്ഷെ ഇവിടെ എന്തുണ്ട്? ഇവിടെയും ഹൈ ടൈഡ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിനുള്ള കാരണം എന്താണ്? അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന അടുത്ത പോയിന്റ്. ശ്രദ്ധിക്കുക. The centrifugal force due to the Earth's rotation is the reason for the rise in water level here. അപ്പൊ ഈ മൂണിനെ ഫേസ് ചെയ്യുന്ന ഭാഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ, അല്ലെ, ഈ ബി എന്ന് പറയുന്ന ഭാഗത്ത്
അവിടെയും വാട്ടർ ലെവൽ ഉയരാനുള്ള കാരണം അല്ലെങ്കിൽ ഹൈ ടൈഡ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റ് ആണ് ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡ്യൂ ടു ദി എർത്ത്സ് റൊട്ടേഷൻ. ഭൂമിയുടെ ഭ്രമണഫലമായി ഉണ്ടാവുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്, അപകേന്ദ്ര ഫലമാണ് ഈ ഭാഗത്ത് ഹൈ ടൈഡ് രൂപപ്പെടുത്തുന്നത്. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞു, പ്രധാനമായിട്ടും ടൈഡ്സ് ഉണ്ടാവാനുള്ള രണ്ട് കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു. ഒന്ന് ഗ്രാവിറ്റേഷണൽ പുൾ എക്സേർട്ടഡ് ബൈ ദി മൂൺ ആൻഡ് ദി സൺ. രണ്ടാമത്തേത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡ്യൂ ടു ദി എർത്ത്സ് റൊട്ടേഷൻ. അപ്പൊ ആ രണ്ട് ഘടകങ്ങളും ഒന്നുകൂടി ഇവിടെ എടുത്ത് പറയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് നോക്കി. ഇനി പേജ് ഒന്ന് നമുക്ക് ചെറുതാക്കണം. ശ്രദ്ധിക്കുക, അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. അടുത്ത സെന്റൻസിൽ പറയുന്നു It can be seen that the water level goes down at places located 90 degree away from the places of tidal influence. ഇപ്പൊ നമ്മൾ ഈ ഒരു ചിത്രം വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചിത്രത്തിൽ ഈ ഹൈ ടൈഡ് ഫോം ചെയ്ത രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? അതൊന്ന് എ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, മറ്റൊന്ന് ബി എന്ന് പറയുന്ന ഭാഗം. എ എന്ന് പറയുന്ന ഭാഗം മൂണിനെ ഫേസ് ചെയ്യുന്ന ഭാഗം ആയതുകൊണ്ട് മൂണിനുള്ള ഒരു ആകർഷണ ബലത്തിന്റെ ഫലമായിട്ടാണ് അവിടെ ഹൈ ടൈഡ് ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. ബി എന്ന് പറയുന്നത് അവിടെയും ഹൈ ടൈഡ് ഉണ്ടാവാനുള്ള കാരണം എന്താ? അവിടുത്തെ വാട്ടർ ലെവൽ റൈസ് ചെയ്യാനുള്ള കാരണം ഭൂമിയുടെ, നമ്മുടെ എർത്തിന്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് എന്ന് കാരണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് എ ബി വശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? എ ബി ഭാഗങ്ങളിൽ ഹൈ ടൈഡ് ഫോം ചെയ്യുന്നു. അതേ സമയത്ത് അതിൻ്റെ ഈ ഹൈ ടൈഡ്സ് ഉണ്ടായ സ്ഥലങ്ങൾക്ക് ഒരു 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് നോക്കാം. ഡി എന്ന് പറയുന്ന ഭാഗം, അതേപോലെ സി എന്ന് പറയുന്ന ഭാഗം നോക്കാം. ഓക്കെ, ഈ എ അതേപോലെ ബി ഭാഗങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ് ഹൈ ടൈഡ്സ് ഉണ്ടായത്. അപ്പോൾ ആ ഹൈ ടൈഡ് ഉണ്ടായതിന്റെ ഒരു 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങൾ, അതായത് ഡി എന്ന അല്ലെങ്കിൽ സി എന്ന ഈ പ്രദേശങ്ങളിൽ അവിടെ നമ്മൾ എന്താ കാണുന്നത്? അവിടെ വാട്ടർ ലെവൽ താഴുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, it can be seen that the water level goes down at places located 90 degree away from the places of tidal influence. ഈ ഹൈ ടൈഡ് ഉണ്ടായിട്ടുള്ള പ്രദേശത്തിന്റെ ഒരു 90 ഡിഗ്രി പിന്നെ മാറി നമ്മൾ നോക്കുമ്പോൾ അവിടെ ലോ ടൈഡ് ആണ് അല്ലെ, അവിടെ ജലനിരപ്പ് താഴുന്നതാണ് നമ്മൾ കാണുന്നത്. This is due to the draining of water towards, ശ്രദ്ധിക്കുക, നമുക്കൊന്ന് നോക്കാം. സ്ക്രീൻ ഒന്ന് ഞാൻ ക്ലിയർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ മറ്റ് ഈ 90 ഡിഗ്രി മാറിയുള്ള സ്ഥലങ്ങളിൽ വാട്ടർ ലെവൽ കുറയാനുള്ള കാരണം എന്താണ്? ദിസ് ഈസ് ഡ്യൂ ടു ദി ഡ്രെയിനിങ് ഓഫ് വാട്ടർ ടുവേർഡ്സ് ദി ടൈഡൽ റീജിയൻസ് ആൻഡ് ദി ഫെനോമിന ഓഫ് ഫോൾ ഓഫ് വാട്ടർ ലെവൽ ഈസ് നോൺ ആസ് ലോ ടൈഡ്. ഓക്കെ, അപ്പൊ അവിടെ വെള്ളം താഴാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള വെള്ളമാണ്. ഈ ഡി അതേപോലെ സി എന്ന് പറയുന്ന സ്പോട്ടിലുള്ള വെള്ളമാണ്. ഓക്കെ, ഈ ഡി അതേപോലെ തന്നെ സി തുടങ്ങിയിട്ടുള്ള ഈ ഭാഗങ്ങളിലുള്ള ജലമാണ് എങ്ങോട്ട് ഒഴുകിയെത്തുന്നത്? ആ ജലമാണ് ഈ ടൈഡൽ ഇൻഫ്ലുവൻസ് ഉള്ള ഭാഗങ്ങളിലേക്ക്, ഓക്കെ, എ അതേപോലെ ബി ഭാഗങ്ങളിലേക്ക് ഒഴുകിയെത്തി അവിടെ വാട്ടർ ലെവൽ കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ വാട്ടർ ലെവൽ കൂടാൻ ആവശ്യമായ അധിക വെള്ളം വരുന്നത് എവിടെ നിന്നാണ്? ഈ 90 ഡിഗ്രി മാറിയിട്ടുള്ള ഡി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്, നമ്മളിവിടെ മാർക്ക് ചെയ്ത പ്രകാരം ഡി അതേപോലെ സി ഭാഗങ്ങളിൽ നിന്നാണ് ആ ഹൈ ടൈഡിന് വേണ്ട വെള്ളം അവിടേക്ക് ഒഴുകിയെത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഡി അതേപോലെ സി ഭാഗങ്ങളിൽ എന്ത് അനുഭവപ്പെടുന്നു? അവിടെ വാട്ടർ ലെവല് താഴോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെന്ത് വിളിക്കാം? ലോ ടൈഡ് എന്ന് വിളിക്കാം. അപ്പോൾ വാട്ടർ ലെവൽ ഉയരുന്നതിന് ഹൈ ടൈഡ് എന്ന് വിളിക്കാം, വാട്ടർ ലെവൽ താഴുന്നതിന് നമുക്ക് ലോ ടൈഡ്, വേലിയിറക്കം എന്നും വിളിക്കാം. അപ്പോൾ അവിടെ വേലിയിറക്കത്തിനുള്ള കാരണം അവിടെ നിന്നാണ് ഹൈ ടൈഡ് ഉണ്ടാവുന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ വാട്ടർ ലെവൽ എന്ത് ചെയ്യുന്നത്? താഴുന്നത്. അതുകൊണ്ട് അവിടെ ലോ ടൈഡ്, വേലിയിറക്കം അനുഭവപ്പെടുന്നു. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി. ഇനി in addition to the gravitational pull of the moon, the gravitational pull exerted by the sun also causes tides. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് പിന്നെ മൂൺ എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ല, അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഹൈ ടൈഡ് ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ പിന്നെ ചന്ദ്രനെ പോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനും ഭൂമിക്ക് മേലൊരു പിന്നെ ആകർഷണ ബലം ഉണ്ടാക്കുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദി ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് മൂൺ, ദി ഗ്രാവിറ്റേഷണൽ പുൾ എക്സേർട്ടഡ് ബൈ ദി സൺ ഓൾസോ കോസസ് ടൈഡ്സ്. ഓക്കെ, അതായത് ചന്ദ്രന്റെ ആകർഷണ ബലം മാത്രമല്ല, സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലവും എന്തിന് കാരണമാവുന്നുണ്ട്? ടൈഡ്സ്, വേലികൾ ഉണ്ടാവാനുള്ള കാരണമാവുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും ദോ
The moon is smaller than the sun. Though the moon is smaller than the sun, it is, or its attraction is more powerful than that of the sun, since it is closer to the earth. അതായത് സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലവും എന്തിനു കാരണമാവുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്, വേലികൾ ഉണ്ടാവാൻ, ടൈഡ്സ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. സൂര്യനെ അപേക്ഷിച്ച് നമുക്കറിയാം ചന്ദ്രൻ വളരെ ചെറുതാണ്. സൂര്യനെ അപേക്ഷിച്ച് വളരെ വളരെ ചെറുതാണ്. ഏത് വലുപ്പത്തിൽ വളരെ ചെറുതാണ് ചന്ദ്രൻ. അപ്പൊ വലുപ്പത്തിന്റെ കാര്യത്തിൽ സൂര്യനേക്കാളും വളരെ ചെറുത് ചന്ദ്രനാണ്. പക്ഷേ നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏതാ? അത് ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ ആകർഷണമായിരിക്കും സൂര്യന്റെ ആകർഷണ ബലത്തെക്കാളും വളരെ ശക്തമായത്. ഓക്കെ, നമ്മുടെ ഭൂമിക്ക് മേൽ ഒരു ആകർഷണ ബലം, ഓക്കെ, ഒരു ആകർഷണ ബലം ഏതൊക്കെ ചെലുത്തുന്നുണ്ട്? നമ്മുടെ ഒരു ഗ്രാവിറ്റേഷണൽ പുൾ ഏതൊക്കെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്? സൂര്യന്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്, ചന്ദ്രന്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ചന്ദ്രനെ അപേക്ഷിച്ച് സൂര്യൻ ഒരുപാട് വലുതാണ്. അപ്പൊ ശരിക്കും സൂര്യന്റെ ആകർഷണ ബലം വളരെ കൂടേണ്ടതാണ്. പക്ഷേ സൂര്യൻ ഒരുപാട് ദൂരെയും, ഭൂമിയെ അപേക്ഷിച്ച് സൂര്യൻ ഒരുപാട് ദൂരെയാണ്, ചന്ദ്രൻ പിന്നെ നമ്മുടെ ഭൂമിക്ക് അടുത്തുമാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ ആകർഷണ ബലമായിരിക്കും, ആ ഒരു പിന്നെ പുള്ളായിരിക്കും, ഗ്രാവിറ്റേഷണൽ പുള്ളായിരിക്കും, ആകർഷണ ബലമായിരിക്കും കുറച്ചും കൂടി സ്ട്രോങ്ങർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. Though the moon is smaller than the sun, its attraction is more powerful than that of the sun, since it is closer to the earth. ഓക്കെ, മൂൺ എക്സേർട്ട് ചെയ്യുന്ന, ചന്ദ്രൻ എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. കാരണം ചന്ദ്രനാണ് നമ്മുടെ ഭൂമിയുടെ അടുത്തുള്ളത്. ഓക്കെ, അപ്പൊ ഏതായാലും 2 പോയിന്റ്സ് പ്രധാനമായിട്ട് നമ്മളിവിടെ ഓർക്കുക. ടൈഡ്സ് ഉണ്ടാവാനുള്ള കാരണം വാട്ടർ ലെവൽ കൂടുമ്പോൾ അതിനെ ഹൈ ടൈഡ് എന്നും, വാട്ടർ ലെവൽ കുറയുമ്പോൾ അതിനെ ലോ ടൈഡ് എന്നും വിളിക്കുന്നു, അഥവാ വേലിയേറ്റവും വേലിയിറക്കവും. അപ്പൊ ഈ ടൈഡ്സ് ഫോം ചെയ്യാനുള്ള 2 പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പുൾ എക്സേർട്ടഡ് ബൈ ദി മൂൺ ആൻഡ് ദി സൺ, ദെൻ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡ്യൂ ടു ദി എർത്ത് റൊട്ടേഷൻ. ഈ 2 കാര്യങ്ങളാണ്. ഇനി നമുക്കിവിടെ 2 ടൈപ്പ് ടൈഡ്സ് വേറെ നോക്കുകയാണ്. ലോ ടൈഡും അതേപോലെ ഹൈ ടൈഡും നമ്മളിപ്പോൾ പറഞ്ഞു. അതല്ലാതെ വേറെ 2 വേലികൾ നോക്കുകയാണ്. സ്പ്രിംഗ് ടൈഡ് ആൻഡ് നീപ്പ് ടൈഡ്സ്. സ്പ്രിംഗ് ടൈഡ്സും നീപ്പ് ടൈഡ്സും. ഓക്കെ, നമുക്ക് വാവുവേലി, സപ്തമി വേലി എന്ന് മലയാളത്തിൽ പറയാം. വാവുവേലികളും അതേപോലെ വാവുവേലി എന്ന് പറയുമ്പോൾ സ്പ്രിംഗ് ടൈഡിനെ നമുക്ക് വാവുവേലികൾ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ മറ്റേത് തന്നെ നീപ്പ് ടൈഡ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? സപ്തമി വേലികൾ എന്ന് വിളിക്കാം. അപ്പൊ ഇതെന്താ തമ്മിലുള്ള വ്യത്യാസം, അതെന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം. ലുക്ക് ഫിഗർ 5.5. ഈ ഒരു ചിത്രം നമ്മൾ നോക്കാൻ പറയുന്നു. ഓക്കെ, ദി സൺ, മൂൺ ആൻഡ് ദി എർത്ത് കം ഇൻ സ്ട്രെയിറ്റ് ലൈൻ ഓൺ ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ ഡേയ്സ്. ശ്രദ്ധിക്കുക, ഈ ഒരു ചിത്രം നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഈ ഒരു ചിത്രം തന്നെ ശ്രദ്ധിക്കുക. ഇവിടെ 2 മൂൺ ഉണ്ടാവില്ല, ഒരു മൂണേ ഉണ്ടാവുള്ളൂ. അപ്പൊ 2 ചിത്രം ഒരു ചിത്രത്തിലാക്കി ഇവിടെ വരച്ചു എന്ന് മാത്രം. ഓക്കെ, ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒക്കെ ഒരേ നേർ രേഖയിലാണ്, സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ? ഓക്കെ, ദി സൺ, മൂൺ ആൻഡ് ദി എർത്ത് come in a straight line on full moon and new moon days. ഏതൊക്കെ ദിവസങ്ങളിലാണ് എങ്ങനെ ഉണ്ടാവുക? സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ പിന്നെ രേഖയിൽ അല്ലെങ്കിൽ നേർ രേഖയിലായി വരുന്നത് ഏതൊക്കെ ദിവസങ്ങളിൽ? അവിടെ പറയുന്നു ഫുൾ മൂൺ ഡേയിലും അതേപോലെ തന്നെ ന്യൂ മൂൺ ഫുൾ മൂൺ ഡേയിലും അതേപോലെ ന്യൂ മൂൺ ഡേയിലും. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഇതിന് നോക്കാം, ഇതിന്റെ പ്രത്യേകത നോക്കാം. ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കാം? നമുക്കതിനെ പൗർണമി എന്ന് മലയാളത്തിൽ പറയാം, വെളുത്ത വാവ് എന്ന് പറയാം. ഓക്കെ, ഫുൾ മൂണിനെ പൗർണമി എന്ന് പറയാം. അതേപോലെ ഇവിടെ പറയുന്ന ന്യൂ മൂൺ എന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? നമുക്കതിനെ അമാവാസി, ഓക്കെ, അമാവാസി എന്നും വിളിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് കറുത്ത വാവ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇങ്ങനെ 2 കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പിന്നെ സ്പ്രിംഗ് ടൈഡിന്റെ പ്രത്യേകത എന്താണ്, നീപ്പ് ടൈഡിന്റെ പ്രത്യേകത എന്താണ്, ഒക്കെ നമുക്ക് ഇവിടെ നോക്കാം. അടുത്ത സെന്റൻസ് നോക്കുമ്പോൾ ദി ടൈഡൽ ഫോഴ്സ് വിൽ ബി intense due to the combined influence of sun and moon. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഭൂമിക്ക് മേൽ ഒരു പ്രത്യേക ബലം, ഒരു അട്രാക്ഷൻ, ഒരു ഗ്രാവിറ്റേഷണൽ പുൾ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആര്? സൂര്യനും ചന്ദ്രനും, സൺ ആൻഡ് ദി മൂൺ രണ്ടും എക്സേർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു.
അപ്പൊ ഇപ്പോ ഈ സ്പ്രിംഗ് ഈ ഒരു ഫുൾ മൂൺ ഡേയിലും അതേപോലെ പിന്നെ ന്യൂ മൂൺ ഡേയിലും എന്താണ് ഈ പിന്നെ ഏർത്തും അതേപോലെ തന്നെ മൂൺ അതേപോലെ സൺ ഇതെല്ലാം ഒരേ നേർ രേഖയിൽ കാണുമ്പോൾ ഒരേ ദിശയിൽ തന്നെ ആവുന്ന സമയത്ത് ഈ പറയുന്ന ബലം എന്തായിരിക്കും? ആ ഒരു അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. ആസ് എ റിസൾട്ട് ഓഫ് the tidal force will be intense due to the combined influence of sun and moon. കാരണം സണ്ണും മൂണും ഒക്കെ ഒരേ നേർരേഖയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഫുൾ മൂൺ ഡേയിലും അതേപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ന്യൂ മൂൺ ഡേയിലും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങളിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ആകർഷണ ശക്തി എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. കാരണം ഒരേ ഡയറക്ഷനിലാണ് അത് പിന്നെ എന്ത് ചെയ്യുന്നത്? പിന്നെ ആ ഒരു ബലം പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യന്റെയും ചന്ദ്രന്റെയും ആ ഒരു ആകർഷണ ശക്തി, ഭൂമിക്ക് മേലുള്ള ആകർഷണ ശക്തി എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഏത് ദിവസങ്ങളിലാണെന്നുള്ള പ്രത്യേകം ഓർക്കുക. ഫുൾ മൂൺ ഡേയിലും അതേപോലെ ന്യൂ മൂൺ ഡേയിലും. ഓക്കെ, പൗർണമി അമാവാസി ദിവസങ്ങളിൽ. As a result, the tides formed on these days will be stronger. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ രൂപപ്പെടുന്ന വേലികൾ അല്ലെങ്കിൽ വേലിയേറ്റം എന്തായിരിക്കും? വളരെ ശക്തിയേറിയ ശക്തമായ വേലിയേറ്റം ഈ ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഏത് ദിവസങ്ങളിൽ? ഫുൾ മൂൺ ഡേയിലും അതേപോലെ ന്യൂ മൂൺ ഡേയിലും. ദീസ് ആർ നോൺ ആസ് സ്പ്രിംഗ് ടൈഡ്സ്. അപ്പൊ ഈ 2 ദിവസങ്ങളിൽ ഉണ്ടാവുന്ന ഈ പിന്നെ സമയങ്ങളിൽ ഉണ്ടാവുന്ന വേലിയേറ്റത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? അതിനെ നമ്മൾ സ്പ്രിംഗ് ടൈഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മാർക്ക് ചെയ്യാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗ് ടൈഡ്, വാവുവേലികൾ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമ്മൾ ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഫുൾ മൂൺ ഡേയിലും അതേപോലെ തന്നെ ന്യൂ മൂൺ ഡേയിലും എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയും ചന്ദ്രനും സൂര്യനുമൊക്കെ ഒരേ നേർരേഖയിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് ദി ടൈഡൽ ഫോഴ്സ് വിൽ ബി ഇന്റൻസ് ഡ്യൂ ടു ദി കമ്പൈൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് സൺ ആൻഡ് മൂൺ. അതായത് ഈ പിന്നെ വരുന്ന ഈ 2 ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഫുൾ മൂൺ അതേപോലെ ന്യൂ മൂൺ ഡേയ്സിൽ എന്തായിരിക്കും അവസ്ഥ? സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റ് ഡേയ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള വേലിയേറ്റം ഈ ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, വളരെ ശക്തമായിട്ടുള്ള ടൈഡ്സ് ഈ ഒരു ദിവസങ്ങളിൽ ഉണ്ടാവും. അപ്പൊ ഈ ദിവസങ്ങളിൽ ഉണ്ടാവുന്ന വേലിയേറ്റങ്ങളെയാണ് ഇങ്ങനെ ഉണ്ടാവുന്ന വേലിയേറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പ്രിംഗ് ടൈഡ്സ് അല്ലെങ്കിൽ വാവുവേലികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി the moon and the sun will be at an angular distance of 90 degrees from the earth after 7 days from the full moon and new moon days. അതായത് ഈ ഫുൾ മൂൺ അതേപോലെ ന്യൂ മൂൺ ദിവസങ്ങൾ കഴിയുമ്പോൾ, അമാവാസി പൗർണമി ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു 7 ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഏത് രൂപത്തിലാവും? ഒരു 90 ഡിഗ്രി ആംഗുലാർ ഡിസ്റ്റൻസിൽ വരും. ഒരു 90 ഡിഗ്രി ആംഗുലാർ ഡിസ്റ്റൻസിൽ. അതേപോലെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാ. നേരത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെയായി? നമ്മുടെ ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ സ്ഥാനം ഇവിടെയായി, അതേപോലെ സൂര്യന്റെ സ്ഥാനം ഇങ്ങോട്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു കോൺ നോക്കുമ്പോൾ നമുക്കറിയാം എത്രയാ? 90 ഡിഗ്രി അല്ലേ? അപ്പൊ ആ ഒരു 90 ഡിഗ്രി ഡിസ്റ്റൻസിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒക്കെ വരുന്ന ഒരു പിന്നെ കണ്ടീഷൻ ആവും എത്ര ദിവസം കഴിയുമ്പോൾ? ഈ പറഞ്ഞിട്ടുള്ള ന്യൂ മൂൺ അതേപോലെ ഫുൾ മൂൺ ഡേയ്സ് കഴിഞ്ഞ് ഒരു 7 ദിവസങ്ങൾ കഴിയുമ്പോൾ. ഓക്കെ, ഇത് ഞാൻ ഒന്നുകൂടി മാർക്ക് ചെയ്യാം. Okay, the moon and the sun will be at an angular distance of 90 degrees from the earth after 7 days from the full moon and new moon days. Full moon, new moon days കഴിഞ്ഞ് 7 ദിവസങ്ങൾക്കപ്പുറം 7 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പറയുന്നത് പോലെ ഭൂമിയിൽ നിന്നും ഒരു 90 ഡിഗ്രി അകലത്തിലായിട്ട് സൂര്യനും അതേപോലെ ചന്ദ്രനും നിലകൊള്ളുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. As the sun and the moon attract the earth from an angular distance of 90 degrees, the tides caused are weak. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, സൂര്യനും ചന്ദ്രനും എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയെ അവരിലേക്ക് ആകർഷിക്കുന്നുണ്ട്, വലിച്ചടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ? സ്വാഭാവികമായിട്ടും ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു 90 ഡിഗ്രി ഡിസ്റ്റൻസിൽ 2 വശങ്ങളിൽ നിന്നാണ് സൂര്യൻ മറ്റൊരു ഡയറക്ഷനിലേക്കും അതേപോലെ തന്നെ ചന്ദ്രൻ മറ്റൊരു ഡയറക്ഷനിലേക്കുമാണ് ഈ ബലം പ്രയോഗിക്കുന്നത്. രണ്ടും 2 വശങ്ങളിൽ നിന്നാണ് ഈ ബലം പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? നീപ് ടൈഡ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ ഇവിടെ ലോ ടൈഡ്സ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, വളരെ വീക്ക് ആയിട്ടുള്ള, വളരെ പിന്നെ ദുർബലമായിട്ടുള്ള വീക്ക് ആയിട്ടുള്ള
വേലികളായിരിക്കും ഈ സമയങ്ങളിൽ ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞത് ചന്ദ്രനും അതേപോലെ സൂര്യനും ഒരേ രേഖയിൽ നിന്ന് തന്നെയാണ് ആ ബലം പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ വളരെ ശക്തമായ വേലിയേറ്റം ഉണ്ടാവുന്നു. എന്നാൽ ഇവിടെ 90 ഡിഗ്രി ഡിസ്റ്റൻസ് എന്ന് 2 വശങ്ങളിൽ നിന്നായിട്ടാണ് ഭൂമിക്ക് മേൽ ആ ബലം പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടായിരിക്കും? ഇവിടെ വേലിയേറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിന്റെ ശക്തി കുറവായിരിക്കും. ഓക്കെ, അതിന്റെ ശക്തി കുറവായിരിക്കും. So as the sun and the moon attract the earth from an angular distance of 90 degree, the tides caused are weak. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ടൈഡ്സ് എന്തായിരിക്കും? ദുർബലമായിട്ടുള്ള, വീക്ക് ആയിട്ടുള്ള ടൈഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്പ്രിംഗ് ടൈഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഓക്കെ, സ്പ്രിംഗ് ടൈഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ടൈഡ്സ് എന്തായിരിക്കും? വളരെ വീക്ക് ആയിരിക്കും. such weak tides are known as neap tides. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ടൈഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നീപ് ടൈഡ്സ് അല്ലെങ്കിൽ സപ്തമി വേലികൾ എന്ന് മലയാളത്തിൽ പറയാം. ഓക്കെ, നീപ് ടൈഡ്സ്. Then note the positions of the earth, moon and sun in the given diagram. നമ്മളിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞതാണ്. അത് നോക്കിയ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു ഭാഗം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങൾ നമ്മളിവിടെ നോക്കി അല്ലേ? എന്താണ് സ്പ്രിംഗ് ടൈഡ്, എന്താണ് നീപ് ടൈഡ് നമ്മൾ നോക്കി. അപ്പോൾ സ്പ്രിംഗ് ടൈഡ് ഉണ്ടാവുന്നത് ഫുൾ മൂൺ, ന്യൂ മൂൺ ഡേയ്സിലാണ്. അത് കഴിഞ്ഞ ഒരു 7 ദിവസങ്ങൾക്കപ്പുറം ഭൂമിയിൽ നിന്ന് ഒരു 90 ഡിഗ്രി ആംഗുലാർ ഡിസ്റ്റൻസിൽ മൂണും അതേപോലെ തന്നെ സണ്ണും വരുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? നീപ് ടൈഡ്സ് ഉണ്ടാവുന്നത്. നീപ് ടൈഡ്സ് എന്ന് പറയുന്നത് സ്പ്രിംഗ് ടൈഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി എന്താണ്? വീക്ക് ആയിട്ടുള്ള ടൈഡ്സ് ആണ്. ഇനി ഈ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഇഫക്ട്സ് ഓഫ് ടൈഡ്സ്. ഓക്കെ, വേലികളുടെ ഫലങ്ങളാണ് ടൈഡ്സിന്റെ, വേലിയേറ്റത്തിന്റെയും വേലിയിറക്കത്തിന്റെയും ഒക്കെ ഫലങ്ങൾ എന്താണ്? എഫക്ട്സ് ഓഫ് ടൈഡ്സ്. എക്സാമിന് പലപ്പോഴും ചോദ്യം വന്നിട്ടുള്ള ഒരു 4 മാർക്കിന് വരെ ചോദ്യം വന്നിട്ടുള്ള ഭാഗമാണ്. ശ്രദ്ധിക്കുക. High tides and low tides have many effects. Let's have a look at them. വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഒരുപാട് ഫലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. The debris dumped along the seashores and ports are washed off to the deep sea. അതായത് നമ്മുടെ തുറമുഖങ്ങളിലും അതേപോലെ സമുദ്ര തീരങ്ങളിലൊക്കെ നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ, വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ ഉൾക്കടലിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. വേലിയേറ്റത്തിന്റെ ഭാഗമായിട്ട് ഈ കരയിലേക്ക് വെള്ളം കയറുമ്പോൾ ഇങ്ങനെയുള്ള തീരങ്ങളിലൊക്കെ നിക്ഷേപിച്ചിട്ടുള്ള ഒരുപാട് മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ ഉൾക്കടലിലേക്ക് നീക്കം ചെയ്യും. ആ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. Then second one, the formation of deltas is disrupted due to strong tides. ഡെൽറ്റകളെ പറ്റി നമ്മൾ മറ്റൊരു ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, റിവർ മൗത്തിനോട് ചേർന്നുകൊണ്ട് കാണുന്ന പ്രതിഭാസമാണ്, ലാൻഡ് ഫോം ആണ് ഡെൽറ്റ, നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ദി ഫോർമേഷൻ ഓഫ് ഡെൽറ്റാസ് ഈസ് ഡിസ്റപ്റ്റഡ് ഡ്യൂ ടു സ്ട്രോങ് ടൈഡ്സ്. ശക്തമായ വേലിയേറ്റ അല്ലെങ്കിൽ ശക്തമായ വേലികൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഇങ്ങനെയുള്ള റിവർ മൗത്ത്സിൽ, നദീമുഖങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഡെൽറ്റകളുടെ രൂപപ്പെടൽ എന്താവുന്നു? അത് തടസ്സപ്പെടുന്നു. ഡെൽറ്റകൾ ഉണ്ടാവുന്നത് കുറയും. വേലിയേറ്റം ഉണ്ടാവുമ്പോൾ, ശക്തമായ വേലിയേറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഡെൽറ്റകൾ ഫോം ചെയ്യപ്പെടുന്നത് എന്താവുന്നുണ്ട്? തടസ്സപ്പെടുന്നുണ്ട്. ഓക്കെ, അതാണ് മറ്റൊരു എഫക്റ്റ്. ദെൻ അടുത്തത്, ബ്രാക്കിഷ് വാട്ടർ ക്യാൻ ബി കളക്റ്റഡ് ഇൻ സോൾട്ട് പാൻസ് ഡ്യൂറിങ് ഹൈ ടൈഡ്സ്. ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുമ്പോൾ കടൽ വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്, ഉപ്പുവെള്ളം, കടൽ വെള്ളം. അപ്പോൾ ബ്രാക്കിഷ് വാട്ടർ ക്യാൻ ബി കളക്റ്റഡ് ഇൻ സോൾട്ട് പാൻസ് ഡ്യൂറിങ് ഹൈ ടൈഡ്സ്. വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് സോൾട്ട് പാൻസ്, നമ്മൾ ഉപ്പളങ്ങൾ എന്ന മലയാളത്തിൽ പറയും, ഉപ്പുപാടങ്ങളോ അല്ലെങ്കിൽ ഉപ്പളങ്ങളിൽ കടൽ വെള്ളം കയറ്റാൻ കഴിയും. അതായത് സോൾട്ട് പാൻസിൽ കടൽ വെള്ളം കയറ്റി പിന്നെ ഇവാപറേഷൻ നടത്തി, അല്ലെങ്കിൽ ഇവാപറേഷൻ നടന്നിട്ടാണ് ഉപ്പുണ്ടാക്കുന്നത്. അങ്ങനെ പണ്ടത്തെ അല്ലെങ്കിൽ പഴയ കാലങ്ങളിലെ ഫോളോ ചെയ്തിരുന്ന ഒരു ഉപ്പുണ്ടാക്കുന്ന രീതി അങ്ങനെയാണ്. അപ്പൊ അത്തരത്തിൽ സോൾട്ട് പാൻസിലേക്ക് വെള്ളം എത്തിക്കാൻ, കടൽ വെള്ളം എത്തിക്കാൻ നമുക്ക് ഉപകാരപ്രദമാണ് എന്ത്? ഇങ്ങനെ ഉണ്ടാവുന്ന ഹൈ ടൈഡ്സ്, വേലിയേറ്റങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ ടൈഡ്സ്, വേലികൾ. നെക്സ്റ്റ് വൺ, ദി fishermen make use of the tides for going and returning from the sea in catamarans. അതായത് കട്ടമരങ്ങളിൽ അല്ലെങ്കിൽ മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയുള്ള ചങ്ങാടങ്ങളിലൊക്കെ, അങ്ങനെയുള്ള ചെറിയ വള്ളങ്ങളിൽ ഈ മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് പോകാനും വരാനും ഒക്കെ ഈ വേലികൾ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, tidal energy can be used for power generation. അതായത് വേലിയേറ്റ ശക്തിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. Tidal energy
can be used for power generation. വേലിയിറക്കം ഈ സമയങ്ങളിൽ ജലസംഭരണികളിലൊക്കെ വെള്ളം സംഭരിച്ച് പിന്നീട് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ടർബൈൻ കറക്കി അങ്ങനെ പല രൂപത്തിൽ വൈദ്യുതി ഉൽപാദനത്തിനും ടൈഡ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, then last point, ships can be brought to shallow harbors during high tides. അതായത് ആഴം കുറഞ്ഞ തുറമുഖങ്ങളിലേക്ക് കപ്പലുകളൊക്കെ അടുപ്പിക്കാൻ ഈ വേലിയേറ്റം സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേലിയേറ്റമുള്ള സമയത്താണ് ആഴം കുറഞ്ഞ തുറമുഖങ്ങളിലേക്ക് വലിയ വലിയ കപ്പലുകളൊക്കെ അടുപ്പിക്കുക. അതേപോലെ തന്നെ നമുക്കറിയാം കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ, ബേപ്പൂര് പോലെയുള്ള സ്ഥലങ്ങളിൽ ഉരു നിർമ്മാണത്തെ പറ്റി നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ വലിയ വലിയ ഇങ്ങനെയുള്ള ഉരുക്കൾ നിർമ്മിക്കുന്ന സമയത്ത് അത് പലപ്പോഴും കടലിലേക്ക് ഇറക്കുക ഇങ്ങനെയുള്ള വേലിയേറ്റ സമയത്തായിരിക്കും. വേലിയേറ്റ സമയത്ത് വെള്ളം കുറെ കൂടി കരയിലേക്ക് കയറുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള വലിയ ഉരു പോലെയുള്ള വലിയ നിർമ്മിതികളൊക്കെ എന്ത് ചെയ്യുക, വെള്ളത്തിലേക്ക് ഇറക്കുക. അപ്പൊ ഈ രൂപത്തിൽ അതേപോലെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞതിന്റെ അർത്ഥം ഷിപ്സ് ക്യാൻ ബി ബ്രോട്ട് ടു ഷാലോ ഹാർബേഴ്സ് ഡ്യൂറിങ് ഹൈ ടൈഡ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഇതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ ആഴം കുറഞ്ഞ ഷാലോ ഹാർബേഴ്സ് എന്ന് പറയുമ്പോൾ ആഴം കുറഞ്ഞ തുറമുഖങ്ങൾ. അപ്പൊ ആഴം കുറഞ്ഞ തുറമുഖങ്ങളിലേക്ക് കപ്പലുകളൊക്കെ അടുപ്പിക്കുന്നത് വേലിയേറ്റ സമയത്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫലങ്ങൾ വേലികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഓഷ്യൻ കറൻസ് ആണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കുന്നു. അതേപോലെ തന്നെ ഓഷ്യൻ കറൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സമുദ്രം നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്ന് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഓഷ്യൻസ് ആർ യൂസ്ഫുൾ ടു മാൻ ഇൻ ഡിഫറെന്റ് വേയ്സ്. അതിനെ പറ്റിയാണ് നമ്മൾ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ പറയുക. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ ഈ ടൈഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ എഫക്ട്സ് ഏറ്റവും അവസാനം എഫക്ട്സ് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.